ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ വീണ്ടും നടന്നിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ പ്രധാന സൂത്രധാരനെന്ന SIT കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ചിറങ്ങിയത് ശേഷം ആദ്യമായാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അതുമാത്രമല്ല, നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് അടക്കമുള്ളവരെ പ്രതിപ്പട്ടികയിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് SIT നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ശബരിമലയിലെ അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ പോവുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. അതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു നീക്കം PS പ്രശാന്ത് ഉൾപ്പെട്ട ഭരണസമിതിക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം ഇഴകേറി പരിശോധിക്കുകയാണ് SIT എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രമുഖർ ഇപ്പോഴും കളത്തിന് പുറത്താണ്, അല്ലെങ്കിൽ തിരശീലയ്ക്ക് പിന്നിൽ പല പ്രമുഖരുമുണ്ട് എന്ന് നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ K മുരളീധരനാണിപ്പോൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആ K മുരളീധരൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതിന് നേതൃത്വം നൽകി നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നാണിപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ള വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിനേറ്റ ഒരു വലിയ മുറിവാണ്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് വരികയും അവർ കാണിക്കയായി നൽകുന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും എല്ലാം മൗനാനുവാദത്തോടെ പിന്തുണയോടുകൂടി മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽപ്പന നടത്തി പണം പങ്കിട്ടെടുത്ത ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണ് കേരളത്തിൽ നടന്നത്. അത് വലിയ പ്രതിഷേധമാണ് അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ ഭരണപക്ഷവുമായ കോൺഗ്രസ് കേരളത്തിൽ നടത്തിയത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം ഇടതുമുന്നണിയെ കാര്യമായി ബാധിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയുടെയും CPM-ന്റെയും അടിവേരറുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതിനോടൊപ്പം CPM-ന്റെ പാർട്ടി കമ്മിറ്റികളും വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനിയും ഉന്നതർ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചാൽ CPM-ന് വലിയ നാണക്കേടാകും, വലിയ തിരിച്ചടിയാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തത് എന്ത് വിവരങ്ങൾ അറിയാനാണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എന്താണ് അതിൽ ഉണ്ടാവുക എന്നതും കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും വാർത്തയിൽ നിറയുമ്പോൾ ഇടതുമുന്നണിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായ വാസു, പത്മകുമാർ എന്നിവർക്ക് ജയിലിൽ പോകേണ്ടി വന്നു. മറ്റൊരു പ്രസിഡന്റ് PS പ്രശാന്ത്, അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണ്. നേരത്തെ PS പ്രശാന്തിനെ വിശദമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചതായിരുന്നു. പ്രശാന്ത് വീണ്ടും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഘട്ടത്തിൽ വലിയ ഒരു CPM ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ഉത്തമമായ ബോധ്യം പാർട്ടി നേതൃത്വത്തിനുണ്ട്. ഇനിയും പാർട്ടി നേതൃതലത്തിൽ ഇരുന്നവർ, പാർട്ടി പ്രത്യേക പദവിയിൽ ഇരുത്തിയവർ, പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും ദേവസ്വം അംഗങ്ങളുമാക്കി പാർട്ടി നോമിനേറ്റഡ് ആളുകൾ വീണ്ടും പ്രതിപട്ടികയിൽ വരികയാണെങ്കിൽ അത് CPM-നെ അടിവേരറുക്കുന്നതിന് തുല്യമായിരിക്കും. എന്തായാലും K മുരളീധരൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഭക്തർ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന മുഴുവൻ കാര്യങ്ങളും പുറത്തു വരുമെന്നാണ് ഭക്തരുടെ പ്രതീക്ഷ. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്തായാലും തിങ്കളാഴ്ച അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ എഴുതി വെക്കുക, കൂടുതൽ പ്രതികൾ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് ഇനി അന്വേഷണ സംഘം കടക്കുമോ എന്നെല്ലാം നമുക്ക് കണ്ടറിയാം.